Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. ആരാണ്? പ്രയർ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? Okay, ma'am. ഞാൻ പറയാം. All things bright and beautiful, all creatures great and small, all things wise and wonderful, the good God made them all. Each little flower that opens, each little bird that sings, He made their glowing colors. He made their tiny wings. All things bright and clear, they falling. താങ്ക് യു. നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണെന്ന്. ലാസ്റ്റ് ക്ലാസ്സില് കഴിഞ്ഞ ക്ലാസ്സില് സെമിനാർ പിങ്കിന അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ടോപ്പിക്? അതേതായിരുന്നു? Recognizing the role of the family. D. Recognizing the role of the family. സ്റ്റാർട്ട് ചെയ്തോട്ടാ. Okay, ma'am. Good afternoon, all. Good afternoon, teacher. Today, I want to discuss about the topic on recognizing the role of the family in family school partnership. അതായത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളൊക്കെ തന്നെയാണ്. അതിൽ ഓവറോൾ അതിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ് ഇതിൽ. അതായത് ഒരു ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിൽ റെക്കഗ്നൈസിങ് ദ റോൾ ഓഫ് ദ ഫാമിലി, ഫാമിലിയുടെ റോൾ എന്താണെന്ന് നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം ഓർ വർക്കിംഗ് ഗ്രൂപ്പ് ക്യാൻ വർക്ക് ടു ബിൽഡ് ഗ്രേറ്റർ അക്സെപ്റ്റൻസ് ഓഫ് ദ റോൾ ഓഫ് ദ ഫാമിലി. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലി സ്കൂൾ വർക്കിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിൽ എന്താണ് ഫാമിലിയുടെ റോൾ എന്ന് ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കുക, സ്കൂളും ആ ഫാമിലി നമ്മൾ റിലേഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്തൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള പോയിന്റ്സ് ആണ് അടുത്തത് പറയുന്നത്. ഫസ്റ്റ് വൺ, assess whether school arrangements meet good practice for partnership between families and the school. അതായത് സ്കൂളിൽ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന് പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടോ, അത് നല്ല രീതിയിൽ ആ ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് അസസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ടീമിൻ്റെ ഫസ്റ്റത്തെ ഉത്തരവാദിത്വം. ദ സെക്കൻഡ് പോയിന്റ്, സർവേ പാരൻസ്, ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ടു ഡിറ്റർമിൻ ദയർ നീഡ്സ് ആൻഡ് പ്രയോറിറ്റീസ്. സർവേകൾ സംഘടിപ്പിക്കുക, ഫാമിലീസിനെയും കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, സ്കൂള്, ഇവരെയൊക്കെ സർവേ നടത്തുക. അതായത് അവരുടെ പ്രയോറിറ്റി മനസ്സിലാക്കാനും ഈ കുട്ടികളുടെ ഡെവലപ്മെന്റിൽ അവരുടെ കൂട്ടുത്തരവാദിത്വം മനസ്സിലാക്കുവാനായിട്ടുള്ള സർവേകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ആൻഡ് ദ തേർഡ് പോയിന്റ്, ഡെവലപ്പ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എ റിട്ടൺ പോളിസി ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ സ്കൂൾ കമ്മ്യൂണിറ്റി ഓൺ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ്. നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ആക്ഷൻ ടീം ക്രിയേറ്റ് ചെയ്യുക, സർവേ സംഘടിപ്പിക്കുക. അടുത്ത പോയിന്റിൽ പറയുന്നത് ഒരു റിട്ടൺ പോളിസി തയ്യാറാക്കുക, എഴുതി തയ്യാറാക്കുക. ഇത് വാക്കുകൊണ്ട് പറയലും മാത്രമല്ല, റിട്ടേൺ പോളിസി തയ്യാറാക്കി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക കമ്മ്യൂണിറ്റിയിൽ. അതായത് ഈ ഫാമിലി സ്കൂൾ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു റിട്ടേൺ പോളിസി തയ്യാറാക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് അടുത്ത പോയിന്റ്. ആ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന, വർക്കിംഗ് ടീമിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അടുത്ത പോയിന്റ്, കണ്ടക്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫോറംസ് വിച്ച് ഡിസ്കസ്. ഈ റിട്ടേൺ പോളിസി എഴുതി തയ്യാറാക്കൽ മാത്രമല്ല, ഓപ്പൺ ഫോറംസ് വിളിച്ചു കൂട്ടുക, മീറ്റിങ്ങുകൾ, ഡിസ്കഷനുകൾ, അങ്ങനെ ഇൻഫോർമലായിട്ടും ഫോർമലായിട്ടും നമുക്ക് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാൻ പറ്റും.
അപ്പൊ അതിൽ ഈ വക സബ്ജക്റ്റുകളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ഈ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ്, ഫാമിലിയുടെ ഇമ്പോർട്ടൻസ്, സ്കൂളിന്റെ ഇമ്പോർട്ടൻസ്, ഇത് അവർ തമ്മിലുള്ള റിലേഷൻ, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, പാരന്റ്സ് റോൾ ആസ് ദ ഫസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് ഓഫ് ദെയർ ചിൽഡ്രൻ. നമുക്ക് അറിയുന്ന കാര്യമാണ്, ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ഓഫ് ദ ചിൽഡ്രൻ പാരന്റ്സ് ആണ്. അത് അവർ ബോധവാന്മാരായിരിക്കും, അല്ലെങ്കിൽ അവർ ബോധവാന്മാരാക്കണം പാരന്റ്സിനെ. പാരന്റ്സ് ആണ് ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ഓഫ് ദ ചിൽഡ്രൻ എന്നുള്ളത്. അടുത്ത പോയിന്റ്, the research which links parental support and involvement at school with improved learning outcomes for the children and improved school mindset. അതായത് നമ്മൾ സ്കൂളിൻ്റെ ആ സ്കൂൾ മൈൻഡ് സെറ്റ്, കുട്ടികളുടെ ആ അറ്റ്മോസ്ഫിയർ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികളുടെ ലേണിംഗ് ഔട്ട്കംസ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ആയിട്ട് പാരന്റൽ സപ്പോർട്ടിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ റിസർച്ചുകൾ നടത്താം, പര്യവേഷണങ്ങൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റിസർച്ച് ആ സബ്ജക്റ്റിൽ ഈ പാരന്റൽ സപ്പോർട്ടോട് കൂടി കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരവും സ്കൂളിന്റെ ഒരു അന്തരീക്ഷവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള റിസർച്ചുകൾ സംഘടിപ്പിക്കുക. അതാണ് അടുത്ത പോയിന്റ്. ഈ പറഞ്ഞ നമ്മൾ വർക്കിംഗ് ടീം എന്ന് പറഞ്ഞില്ലേ, ആ ടീമിന് ചെയ്യാൻ പറ്റുന്ന അടുത്ത പോയിന്റ്. ഇനി നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ പാരന്റ്സ്, ഗ്രൂപ്പ്സ് ഓഫ് പാരന്റ്സ് ടു പ്രസന്റ് ദ ഫോറംസ് ടു ദയർ പാരന്റ് പിയേഴ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ഡിസ്കഷനുകൾ, മീറ്റിങ്ങുകൾ വെക്കാം, റിട്ടേൺ പോളിസി തയ്യാറാക്കാം, ബോധവാന്മാരാക്കാം എന്നൊക്കെ പറഞ്ഞു. പാരന്റ്സിന്റെ ഇടയിൽ നിന്ന് തന്നെ കുറച്ച് പാരന്റ്സിനെ അല്ലെങ്കിൽ പാരന്റ് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് അവര് മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന പോലെ. അപ്പൊ അവര് പറയുമ്പോൾ അവര് പിയർ പാരന്റ്സിന് ഒന്നും കൂടി അത് കൺവിൻസ് ആവാനായിട്ട് സാധിക്കും. ഈ നമ്മളുടെ പാരന്റ് സ്കൂൾ റിലേഷൻഷിപ്പ്, അതിൽ പാരന്റ്സിന്റെ റോള്, അതൊക്കെ മനസ്സിലാക്കുക. കുറച്ച് പാരന്റ്സിനെ, പാരന്റിന്റെ ഗ്രൂപ്പിനെ തെരഞ്ഞെടുത്തിട്ട് അവര് ഈ ഫോറംസ്, വേദികൾ പങ്കിടുക, അത് ഡിസ്കഷന് നേതൃത്വം കൊടുക്കുക മറ്റു പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഒന്നും കൂടിയും ആ ഒരു റിലേഷൻ മെച്ചപ്പെടാൻ അത് സഹായിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഓർഗനൈസ് ഡിസ്കഷൻസ്, meetings or workshop around areas of school goals. For example, resilience, literacy, and numeracy, which allow parents to share their experience and understanding the parenting, school goals, and school ethos. പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഡിസ്കഷൻ ഓർഗനൈസ് ചെയ്യുക, മീറ്റിംഗ്സുകൾ സംഘടിപ്പിക്കുക, വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ പാരന്റ്സിന് അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലാക്കാനും സ്കൂളിന് അതിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ സ്കൂളിന്റെ ധാർമ്മികത എന്താണ്, ധർമ്മം എന്ന് സ്കൂളിന് മനസ്സിലാക്കുവാനും ഒപ്പം പാരന്റ്സിന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള അവസരം ഒക്കെ ഒരുക്കിക്കൊണ്ട് ഇതുപോലെയുള്ള ഡിസ്കഷൻസ്, മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടുക. ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലായിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളുടെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് തന്നെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ പാരന്റ് സ്കൂൾ റിലേഷൻഷിപ്പ് നന്നായി മെച്ചപ്പെടുത്തി നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ്സ് ഓൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഓക്കെ, നമ്മൾ ഇനി മൂവ് ചെയ്യുന്നത് സ്ട്രാറ്റജീസ് കഴിഞ്ഞ് നമ്മൾ മൂവ് ചെയ്യുന്നത് recommended strategies for presenting in developing partnership. പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് നമ്മളുടെ സജസ്റ്റഡ് സ്ട്രാറ്റജീസ്, ഈ ഡയമെൻഷൻ ആക്ടിവിറ്റീസിൽ സജസ്റ്റഡ് സ്ട്രാറ്റജീസ് ആണ്. ഇനി നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഓരോന്നായിട്ട് പറയാണ്. And first step in growing an excellent partnership program, അതായത് ഇതിൽ നമ്മുടെ എക്സലന്റ് ആയിട്ട് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കൂൾ സിസ്റ്റം, ഗവൺമെന്റ് ആവട്ടെ, കാത്തോലിക് ആവട്ടെ, ഇൻഡിപെൻഡന്റ് സ്കൂൾ ആവട്ടെ, പ്രൈവറ്റ് സ്കൂൾസ് ആവട്ടെ, ആർ എൻകറേജ് ടു ഡിറ്റർമിൻ എ പാർട്ട്ണർഷിപ്പ് ലീഡർഷിപ്പ് ടീം. നമുക്ക് ഏത് സ്കൂൾ ആയാലും അവിടെ പാർട്ട്ണർഷിപ്പ് ലീഡർഷിപ്പ് ടീം വേണം. ടു ഓവർസീ ആൻഡ് കോൺട്രിബ്യൂട്ട് കോർഡിനേറ്റ് ദെയർ വർക്ക് വിത്ത് ഫാമിലീസ്. നല്ല രീതിയിൽ പാർട്ട്ണർഷിപ്പ് ടീമിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താനും അത് കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഫാമിലീസ് ഒക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആൻഡ് ടു കണക്ട് വിത്ത് പാരന്റ് ബോഡി ഇൻ ദർ സിസ്റ്റം. നമുക്ക് പാരന്റ്സിന്റെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലീഡർഷിപ്പ് ടീം വേണം. Following are the examples of the practice that system leadership team
in partnership with the parent body can use to boost strong partnership initiatives. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു ലീഡർഷിപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ താഴെ പറയുന്ന കാര്യങ്ങളാണ് എക്സാമ്പിൾസ് ആണ് നല്ല രീതിയിൽ ലീഡർഷിപ്പ് ടീമിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഘടകങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് analyze or develop a policy on family school partnership. നമ്മൾ പറഞ്ഞു ഒരു റിട്ടേൺ പ്ലാൻ വേണം. പോളിസി നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ ആ ഒരു പോളിസി ഡെവലപ്പ് ചെയ്തെടുക്കണം. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് തീരുമാനങ്ങൾ, അത് റിട്ടേൺ ആയിട്ടുള്ള പോളിസി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. റിട്ടേൺ ആനുവൽ ആക്ഷൻ പ്ലാൻ ഫോർ പാർട്ണർഷിപ്പ്. ആനുവൽ ആക്ഷൻ പ്ലാൻ, ഈ വർഷം ചെയ്യാൻ പോകുന്ന ആക്ഷൻ പ്ലാനിനെ കുറിച്ച് എഴുതി തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വേണം. Provide resource material to boost school with the partnership program. ഈ പാർട്ണർഷിപ്പ് പ്രോഗ്രാം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ അതിൻ്റെതായ മെറ്റീരിയൽസ്, റിസോഴ്സ് മെറ്റീരിയൽസ് വേണം. Establish a clearing house of information on best practice and research extension. നമുക്കൊരു ക്ലിയറിംഗ് ഹൗസ് വേണം. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലിയറിംഗ് ഹൗസ് വേണം. ഓക്കെ. Conduct statewide conference to encourage exchange of good practice and solution to challenges in implementing partnership program. നമുക്കറിയാം പാർട്ണർഷിപ്പ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്തതായിട്ട് വരും. അപ്പൊ നല്ല രീതിയിൽ നല്ല പ്രാക്ടീസ് കൊണ്ടുവരാൻ വേണ്ടി ആ ചലഞ്ചസിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക വേണം. വർക്ക് വിത്ത് ദി യൂണിവേഴ്സിറ്റി ടു പ്രിപ്പയർ ന്യൂ ടീച്ചേഴ്സ് ടു കണ്ടക്ട് എഫക്റ്റീവ് പാർട്ണർഷിപ്പ്. നല്ല രീതിയിലെ പാർട്ണർഷിപ്പിലേക്ക്, നല്ല രീതിയിൽ പാർട്ണർഷിപ്പ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നിങ്ങളെ പോലത്തെ നല്ല ടീച്ചേഴ്സിന് എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റിയോട് കൂടി ചേർന്ന് പ്രവർത്തിച്ച് പുതിയ ടീച്ചേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കണം. Recognizing the ability to develop and maintaining partnership when considering the appointment of a school leadership personnel. അപ്പോ ഓരോ പാർട്ണർഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കി അവരുടെ എബിലിറ്റി മനസ്സിലാക്കി പാർട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക, സ്കൂൾ പേഴ്സണൽസിനെ അപ്പോയിന്റ് ചെയ്യുക. പാർട്ണർഷിപ്പിന്റെ ബേസിൽ നിന്ന് ഒരു സ്കൂൾ ലീഡർഷിപ്പ് പേഴ്സണെ അപ്പോയിന്റ് ചെയ്യാം. സ്കൂൾ പാർട്ണർഷിപ്പ് ടീമിൽ നിന്നും ഒരാളെ നമുക്ക് ഒരു സ്റ്റാഫ് ഒക്കെ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. സെലിബ്രേറ്റ് ആൻഡ് റെക്കഗ്നൈസ് എക്സലന്റ് പാർട്ണർഷിപ്പ് ഇൻ സ്കൂൾ. നമ്മുടെ സ്കൂളിൽ നല്ല രീതിയിൽ എന്തെങ്കിലും പാർട്ണർഷിപ്പ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാം. ഐഡന്റിഫൈ ബഡ്ജറ്റ് ഫോർ പാർട്ണർഷിപ്പ് ആക്ടിവിറ്റീസ് ഇൻ സ്കൂൾ. നമുക്കറിയാം പാർട്ണർഷിപ്പ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ടീച്ചേഴ്സ് ഫാമിലി പാർട്ണർഷിപ്പ് ആവുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ ഫാമിലി പാരന്റ്സ് പാർട്ണർഷിപ്പ് ആവുമ്പോൾ അവിടെ ഫണ്ടിന്റെ കാര്യങ്ങൾ വരും. അപ്പൊ എത്ര ബഡ്ജറ്റ് വേണം, അതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. പ്രൊവൈഡ് ക്രോസ് സ്കൂൾ ട്രെയിനിങ് ഫോർ സ്കൂൾ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, ഫാമിലി ടു ഇൻക്രീസ് ദർ പാർട്ണർഷിപ്പ് സ്കിൽസ്. ഈ ക്രോസ് സ്കൂൾ ട്രെയിനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. Education refers to collaborating training or learning experience that involve teachers, students, staff from different schools. Simple ആയിട്ട് പറയുകയാണെങ്കിൽ മാം ഒന്ന് പതുക്കെ പറയാം മാം, നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഈ ക്രോസ് സ്കൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരി പറഞ്ഞാൽ നമ്മൾ മറ്റു സ്കൂളിൽ നിന്ന്, ഡിഫറെന്റ് സ്കൂളിൽ നിന്നുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻസും സ്റ്റാഫും ഒക്കെ കൂടി ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യാനാണ് ഈ ക്രോസ് സ്കൂൾ ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ലേണിംഗ് എക്സ്പീരിയൻസ് ദാറ്റ് ഇൻവോൾവ് training or learning experience that involve the teachers, students, or staff from different schools. പുറത്തുനിന്നുള്ള സ്കൂളിലെ സ്റ്റാഫുകൾ, ടീച്ചേഴ്സ്, സ്റ്റുഡൻസിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരു ട്രെയിനിങ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യാം, അക്യൂർ ചെയ്യാം. ഇതാണ് ക്രോസ് സ്കൂൾ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇനി advertise the family school partnership activity in the mass media. നമ്മുടെ സ്കൂളിൽ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് മാസ് മീഡിയാസ്, നമ്മുടെ ടെലിവിഷൻ, ന്യൂസ് പേപ്പറിലൊക്കെ കൊടുക്കാം. Work with business and industry to establish flexible leave policies so the parents can attain activities at their children's school. നമുക്ക് ബിസിനസ് ആയിട്ട് ഇൻഡസ്ട്രീസ് ഒക്കെ ആയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, സ്കൂളുകൾക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ പാരന്റ്സിനും ഇതേ ആക്ടിവിറ്റീസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എൻഗേജ് ചെയ്യാനായിട്ട് പറ്റും.
ഇപ്പൊ ഹെൽത്ത് ക്ലബിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മള് അല്ലെങ്കിൽ നാച്ചുറൽ ക്ലബിന്റെ ഒക്കെ പാർട്ടായിട്ട് അവരെന്തെങ്കിലും കുറെ കാര്യങ്ങൾ പ്ലാൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത് പ്ലാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ സ്പോൺസർ ചെയ്യാനായിട്ട് ബിസിനസ്സുകളും ഇൻഡസ്ട്രീസ് ഒക്കെ മുന്നോട്ട് വരാണെങ്കിൽ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സ്കൂളുകൾക്കും സ്കൂൾ പാരന്റ്സ് ടീമിന് പറ്റും. സപ്പോർട്ട് ആൻഡ് കൺസൾട്ട് റെഗുലർലി വിത്ത് പാരന്റ് ഗ്രൂപ്പ് അറ്റ് സിസ്റ്റം ലെവൽ. നല്ല രീതിയിൽ പാരന്റ്സിന്റെ ഗ്രൂപ്പുകൾ തമ്മിൽ നല്ല രീതിയിലൊരു എന്താ പറയാ ഒരു നല്ല റെഗുലർലി ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകാൻ. Finally, seek and value the input of the families. നമ്മൾ അവരിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം, അവർ വാല്യൂ, അതേപോലെ അവരുടെ അഭിപ്രായങ്ങൾ, ഇൻപുട്ട് എന്ന് പറയുന്നത് അവരുടെ അഭിപ്രായങ്ങൾ, ഫാമിലികളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യണം. മെയിൻറ്റെയിൻ ഔട്ട്റീച്ച് ആൻഡ് സസ്റ്റൈനബിലിറ്റി. നല്ല രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് സസ്റ്റൈനബിൾ ആയിട്ട് വേണം നമ്മൾ ഒരു ലോങ് പ്രോസസ് എന്ത് ചെയ്യാനായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എന്തെല്ലാമാണ് റെക്കമെൻഡഡ് സ്ട്രാറ്റജീസ് ആണ് ഡെവലപ്പിംഗ് പാർട്ണർഷിപ്പ്. അപ്പൊ നമ്മൾ പറഞ്ഞു നല്ല രീതിയിൽ ഒരു പോളിസി ഡെവലപ്പ് ചെയ്യണം, ഒരു പോളിസി വേണം. നമ്മൾ തീരുമാനിച്ച ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടൊരു പോളിസി ഡെവലപ്പ് ചെയ്യണം. ഇതിന്റെ ആനുവൽ ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. റിട്ടേൺ ആയിട്ടുള്ളൊരു ഈ വർഷത്തേക്ക് നമ്മൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, റിട്ടേൺ ആയിട്ടുള്ള പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി അതിന് വേണ്ട റിസോഴ്സുകൾ നമ്മൾ റിസോഴ്സ് മെറ്റീരിയൽസ് പോസ്റ്റ് ചെയ്യാം. ദെൻ ക്ലിയറിംഗ് ഹൗസ്, നമുക്കറിയാം പാർട്ണർഷിപ്പ് ആണ്. സോ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ട മാർഗങ്ങൾ നോക്കാം. ഇനി കോൺഫറൻസ് ഹെൽപ്പ് ചെയ്യാം. അവർക്ക് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഉണ്ടാവും, പ്രാക്ടീസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഒരു കോൺഫറൻസ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാം. അതേപോലെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും, അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് കോൺഫറൻസുകൾ കണ്ടക്ട് ചെയ്യാം. അതേപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഒരു കോണ്ടാക്ട് വേണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നല്ല ആയിട്ടുള്ള ടീച്ചേഴ്സ്, നല്ല പെരുമാറ്റമുള്ള നല്ല പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഇനി റെക്കഗ്നൈസ് ദി എബിലിറ്റി ടു ഡെവലപ്പ് ആൻഡ് മെയിൻ പാർട്ണർഷിപ്പ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മള് എന്താ പറയാ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഇതിൽ നിന്ന് തന്നെ നമ്മൾ എന്താ പറയാ ഒരു പേഴ്സണൽസിനെ അപ്പോയിന്റ് ചെയ്യാം, ഒരു വ്യക്തിയെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. ഇനി എക്സലന്റ് ആയിട്ട് നല്ല രീതിയിൽ പാർട്ണർഷിപ്പ് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഈ ഫങ്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാവരും കൂടി ഒരുമിച്ച് സ്കൂൾ ഫാമിലി പാർട്ണർഷിപ്പിന്റെ ബേസിൽ കുറെ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഇനി ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫണ്ട് ആവശ്യമുണ്ട്. ഫണ്ട് എന്ന് പറയുമ്പോൾ ക്യാഷ് ആവശ്യമുണ്ട്. അതിന് വേണ്ട ബഡ്ജറ്റ് കണ്ടെത്തണം. ദെൻ ലാസ്റ്റ് പിന്നെ പറഞ്ഞത് ക്ലോസ് സ്കൂൾ ട്രെയിനിങ് ആണ്. ഇപ്പൊ ടീച്ചേഴ്സിനും പ്രിൻസിപ്പാളിനും അതേപോലെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നല്ല രീതിയിൽ പാർട്ണർഷിപ്പ് സ്കില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്ലോസ് സ്കൂൾ ട്രെയിനിങ്ങുകൾ കണ്ടക്ട് ചെയ്യാം. ക്ലോസ് സ്കൂൾ ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു സ്കൂളുകളിൽ നിന്നുള്ള ടീച്ചേഴ്സിനെ സ്റ്റുഡൻസിനെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ ഇന്റർ സ്കൂൾ മീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നടത്താറുണ്ട്. അപ്പൊ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സ്കൂളുകളും കൂടി പങ്കെടുത്തുകൊണ്ട് നമ്മൾ ഗെയിമുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാം. ഇനി നമ്മൾ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് മാസ് മീഡിയാസിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. പിന്നെ നമ്മൾ ഇൻഡസ്ട്രീസും ബിസിനസ്സൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. പാരന്റ്സ് ഗ്രൂപ്പിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. ഈ പാരന്റ്സിന് അല്ലെങ്കിൽ ഫാമിലീസിന് നമ്മളോട് പറയാനുണ്ടെങ്കിൽ അവർ അത് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തി വേണം. അവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കണം. ഇനി നല്ല രീതിയിൽ അവരോടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ യൂണിറ്റ് 2 പറയാനുള്ളത്. ഓക്കെ, ഇതായിട്ട് ഏകദേശം മാച്ച് ആവുന്ന ഒരു ടോപ്പിക്കാണ് ഇത് എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 4 ആണ്. എലമെന്റ്സ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ്. നമ്മൾ ഈ ടീച്ചേഴ്സൊക്കെ ആയിട്ട് നിങ്ങൾ ഒരു സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നല്ല രീതിയിൽ എങ്ങനെയാണ് ബെസ്റ്റ് പ്രാക്ടീസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാരന്റ്സിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി, അവരുടെ ഇൻട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ പോയിന്റ് തന്നെ വീണ്ടും ഇവിടെ പറയാം. അപ്പൊ അത് സെയിം തന്നെയാണ്, ആ ഒരു ഏകദേശം മാച്ച് ആണ് ആ പോയിന്റ്സ്. ഓക്കെ, ബ്രേക്ക് ഡൗൺ ദ ടീച്ചർ നോൺ ടീച്ചർ ബാരിയർ ബൈ അലൗവിംഗ് ഫോർ ആക്ടിവിറ്റി
എക്സ്ക്യൂസ് മീ മാം. മാം ഇത് ഇന്നലെ അശ്വതി മാം പകുതി കുറച്ചെടുത്തായിരുന്നു. ഈ ചാപ്റ്റർ എടുത്തോ? കുറച്ചൊരു 3-4 പോയിന്റ്സ് എടുത്തായിരുന്നു. Okay, മാം unit നെക്സ്റ്റ് 4 ഹാഫിൽ അത് നെക്സ്റ്റ് ഹാഫിൽ ബാക്കി കംപ്ലീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് എടുത്തിട്ടില്ല എന്നാ പറഞ്ഞത്. സോറി. അപ്പൊ മിസ് ഇനി ക്ലാസ്സിലുള്ള പോർഷൻസ് മിസ് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ഇന്നത്തോടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്കറിയാം ഇത്തിരി ഭയങ്കര സ്പീഡിലൊക്കെ തന്നെയാണ് ക്ലാസ്സൊക്കെ പോയത്. ട്രാക്ക് ചെയ്യാനൊക്കെ കുഴപ്പമുണ്ടാവില്ല. നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ കാണാം. അതേപോലെ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. 1 വീക്കിനുള്ളിൽ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും മോക്ക് ടെസ്റ്റ് എല്ലാ ടീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് അവർ അശ്വതിച്ചത് കയറോട്ടോ. ഓക്കെ മാം ഇന്ന് തന്നെയാണോ അശ്വതി മാം കയറുന്നത്? ഞാൻ വൈൻഡപ്പ് ചെയ്ത് അതുകൊണ്ട് തന്നെ അശ്വതിച്ചത് കയറണം. നിങ്ങൾ ലീവ് ആവരുത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ബാക്കിയുള്ള പോർഷൻസ് അശ്വതി കണ്ടക്ട് ചെയ്തോളും. ഓക്കെ ഓക്കെ. താങ്ക് യു. താങ്ക് യു മാം.